നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞങ്ങൾക്കിടയിൽ നീ ഒന്നുമല്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാ. ബുദ്ധിയുള്ള പെണ്ണല്ലേ നീ. സഞ്ജു പറഞ്ഞതൊക്കെ എനിക്ക് ഉൾക്കൊള്ളാനാവും. സഞ്ജു ഇത് പറഞ്ഞ മാനസിക നിലയിൽ എനിക്കറിയാം. വിവാഹവും പ്രണയവും രണ്ടും രണ്ടാണെന്ന ബോധം എനിക്കുണ്ട്. പക്ഷെ സഞ്ജുവിനതില്ല. സഞ്ജു ഒരു കാമുക വേഷത്തിലാണെന്നത് അതിന് കാരണം. പ്രണയം കാൽപ്പനികമാ. കൺമുന്നിലെ ഭംഗിയുള്ള എന്തിനേയും ആസ്വദിക്കാൻ കഴിയുന്നത് പ്രണയം മനസ്സിലുള്ളപ്പം മാത്ര. ശരിയല്ല സഞ്ജു? പ്രണയത്തിൽ നിന്ന് വിവാഹത്തിലെത്തിയ പിന്നെ യാഥാർത്ഥ്യങ്ങൾ മാത്രമേ ഉള്ളൂ. കൺമുൻപിൽ കാണുന്ന ഒന്നിനെയും ആസ്വദിക്കാൻ പിന്നെ കഴിയില്ല. അവിടെ ഉണ്ടാവുക വിവേകവും പക്വതയുമാ. പല പ്രണയ വിവാഹങ്ങളും തകർന്നു പോകുന്നത് അതുകൊണ്ടാ. ഒരു നാണയത്തിന്റെ രണ്ടു പുറങ്ങളാ പ്രണയവും വിവാഹവും. ഇനി സത്യം പറയട്ടെ, ഞാൻ വാശി പിടിച്ചിട്ടല്ല എന്റെ മമ്മി വന്നത്. ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതുകൊണ്ടാ. നിങ്ങളെ തമ്മിൽ പിടിക്കരുതെന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞതാ. അപ്പൊ മമ്മി പറഞ്ഞത് എന്താണെന്നറിയോ? നീ നിന്റെ രീതിയിൽ ട്രൈ ചെയ്ത് ജീവൻ എടുക്കാനാ ശ്രമിച്ചത്. എനിക്ക് നിന്നെ വേണമെന്നുള്ളതുകൊണ്ട് ഇനി ഞാൻ എന്റെ രീതിയിൽ ട്രൈ ചെയ്യുമെന്ന്. സഞ്ജുവിനോട് എനിക്കുള്ളതും സ്നേഹം തന്നെയാ. അത് എന്റെയും ആത്മാവിൽ നിന്നുണ്ടായത് തന്നെയാ. ആത്മാർത്ഥ സ്നേഹത്തിന് വകഭേദം ഇല്ല സഞ്ജു. നിങ്ങളുടേത് പവിത്രം, മറ്റൊരാളുടേത് അശുദ്ധം എന്നൊന്നില്ല. സഞ്ജു എന്നെ വിവാഹം കഴിച്ചിട്ട് ഞാൻ അവഗണിക്കപ്പെട്ടു പോയാ എനിക്കൊരു നിരാശയുണ്ടാവില്ല. അതിന്റെ പേരിൽ വഴക്കിടാനും സഞ്ജന വരില്ല. കാരണം എനിക്കിനി മറ്റൊരു വിവാഹം ഉണ്ടാവില്ല എന്നത് തന്നെ. നിങ്ങളുടെ കുടുംബത്തെ ചുട്ടരിക്കാൻ വന്ന് എന്റെ മമ്മി അടങ്ങിയത് അത് മനസ്സിലാക്കി തന്നെയാ. ഒന്നും കിട്ടാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ സ്നേഹിച്ചാളുടെ ഭാര്യ എന്ന ലേബലിൽ ജീവിക്കുന്നത്. ഞാൻ അതിൽ സന്തുഷ്ടയായിരിക്കും. സഞ്ജുവിന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? സഞ്ജന വാശി പിടിച്ചത് കളിപ്പാട്ടത്തിനല്ല, ഭർത്താവിന് വേണ്ടി. കല്യാണം കഴിയുമ്പോൾ നീ അതറിയും സഞ്ജു. അതറിയണമെങ്കിൽ നീ ഒരു പെണ്ണിന്റെ ഭർത്താവാകണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.